ഒരുപാട് പ്രയാസങ്ങളുടെ പേര് ജീവിതം നയിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഖത്ത് നോക്കിയിട്ട് അബൂജഹൽ പറഞ്ഞിട്ടുണ്ടാ അയ്യാബൂനാലർക്കതാൽ ഖുറൈശികളൊത്തൊരുമിത്തവർ പാടി അനാഥയാലിവനാണോ നബിയായി വന്നോ ധനവും പ്രതാപവും നമ്മളിലാണ് രാജാക്കം ഞങ്ങളിൽ പെട്ടവരാണ് നേതാക്കൾ ഞങ്ങളിൽ ഉള്ളവരാണ് എന്നിട്ട് എത്തിമായോ നബിയായി വന്നോ ഇപ്പോഴീ മിസ്കീനായോ നബിയായി വന്നോ മുത്തുനബിയുടെ മുഖത്ത് നോക്കിയിട്ട് നീ പ്രവാചകനല്ല ഭ്രാന്തനാണെന്ന് മുദ്രാവാക്യം വിളിച്ച് അബൂജഹൽ തന്റെ പിന്നാലെ 10,000 അണിനിരത്തിയപ്പോൾ ഹബീബായ പ്രവാചകൻ ഈ ലോകത്ത് സർവേശ്വരനാണ് തമ്പുരാന്റെ കൽപ്പന പ്രകാരം ജീവിതത്തിന്റെ സായം സന്ധികള് സർവേശ്വരന് വേണ്ടി മാറ്റിവെച്ചപ്പോൾ ഒരു യാത്രവേളയിൽ അല്ലാഹുവിന്റെ ഹബീബിനെ കൊന്നുകുടിച്ചു മൂടുവാനായി ആ പ്രവാചകന്റെ കഴുപ്പ് വെട്ടിയെടുക്കാനായി ആ പ്രവാചകന്റെ കൈകാലുകൾ വെട്ടിയെടുപ്പിട്ട് ഇസ്ലാമിക സാമ്രാജ്യത്വത്തിന്റെ ശത്രുവിന്റെ സങ്കേതത്തിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തോ അവർ കോശാനവാടിയിട്ടവരുടെ സമ്പാദനങ്ങൾ വാരിയെടുക്കാൻ വേണ്ടി പരിശ്രമിച്ച ഒരു ജൂതനാര സഹോദരനെ ആ മുത്തുനബി യുദ്ധം കഴിഞ്ഞു വന്ന് വിശ്രമിക്കുകയാ. അല്ലാഹുവിന്റെ ഹബീബ് യുദ്ധം കഴിഞ്ഞു വന്ന് അല്ലാഹുവിന്റെ ഹബീബ് ഒരു മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കുകയാണ്. ആ വിശ്രമവേളയിൽ സഹാബികൾ ആരും അടുത്തില്ല. ഒരു മനുഷ്യൻ വന്നുകൊണ്ട്, ശത്രുവിന്റെ വിഭാഗത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ വന്നുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് തൂക്കിയിട്ടിരുന്ന മൂർച്ചയേറിയ വാളുറയിൽ നിന്ന് ഊഴിയെടുത്തുകൊണ്ട് ഉറങ്ങിക്കിടക്കുന്ന പ്രവാചകന്റെ കഴുത്തിലേക്ക് ആ വാൾത്തുമ്പ വെച്ചുകൊണ്ട് ചോദിച്ചു, മുഹമ്മദ്, ഏ മുഹമ്മദേ, എന്നിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ ഇപ്പൊ ആരാ ഉള്ളത്? നീ പറഞ്ഞല്ലോ വിരലിലൊടിച്ച നിന്റെ കൂടെ വരുന്ന ചുണക്കുട്ടന്മാരാര ഇസ്സത്തുണ്ട് എന്ന് നീ അവകാശപ്പെടുന്ന സഹാബികൾ ഇതിന്റെ പരിസരങ്ങളിലായി വിശ്രമവേളയിലാണ്. അല്ലാഹുവിന്റെ നബിയോട് ചോദിക്കുന്നു, മുഹമ്മദേ, ആരാ നിന്നെ രക്ഷപ്പെടുത്താനുള്ളേ? ഞാനിപ്പോ നിന്റെ കഴുത്ത് കഷണമാക്കുമെന്ന് പറഞ്ഞപ്പോ, നിന്റെ ശരീരം തുണ്ടുതുണ്ടാക്കുമെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബ് അവിടെ കിടന്നുകൊണ്ട് ചിന്തിച്ചില്ല. അല്ലാഹുവിന്റെ ഹബീബിന് ആരെയും വിളിച്ചു ചോദിക്കേണ്ടി വന്നില്ല, ആരാ എന്നെ സഹായിക്കാറുള്ളതെന്ന്. മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കിടക്കയിൽ കിടന്നുകൊണ്ട് അത്യുച്ചത്തിൽ പറഞ്ഞു, എന്റെ അല്ലാഹ് എന്നെ രക്ഷിക്കുമെന്നൊരു വാക്ക് പറഞ്ഞപ്പോൾ ശത്രുവിന്റെ കയ്യിലിരുന്ന വാള് നിലത്ത് വന്ന് വീണു. അള്ളാന്റെ ഹബീബ് ആ വാള് കൈക്കലാക്കിയിട്ട് ജൂതനാര മനുഷ്യനെ മലത്തിയെടുത്തിട്ട് അവന്റെ കഴുത്തിലേക്ക് ആ വാൾത്തുമ്പ് വെച്ചുകൊണ്ട് ചോദിച്ചു, ഇപ്പോൾ എന്നിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ ആരാ ഉള്ളത്? അയാൾ പറഞ്ഞു, മുഹമ്മദേ, നിങ്ങൾ മാത്രമാണുള്ളത്. മുഹമ്മദേ, നിങ്ങൾ മാത്രമാണുള്ളത്, വേറെ ആരുമില്ല. അല്ലാഹു ഉണ്ടോ എന്ന് ഒരൊറ്റ ശബ്ദത്തിൽ അല്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോൾ ഉടനെ അല്ലാഹുവിന്റെ സഹായം വന്നു. ആ പേര് കേട്ടപ്പോ പേടിച്ച് വിറച്ചു പോയി. എന്തുകൊണ്ടാ? ഭർത്താവിന്റെ പൈസ വരാത്തപ്പോ മാത്രം പള്ളിക്ക് പൈസ കൊടുത്തത് കൊണ്ടല്ല. ഭർത്താവിന് വണ്ടി ആക്സിഡന്റ് സംഭവിച്ചു, ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോ മക്കൾക്ക് രോഗമാണെന്ന് പറഞ്ഞു, പ്രയാസമാണെന്ന് പറഞ്ഞു. ആ സമയത്ത് മാത്രം മുഹീദ്ദീമാല പാടാനും എഴുതോടാനും ഖുർആൻ ഓതാനും സുദഖ ചെയ്യാനും നിസ്കരിക്കാനും മനസ്സ് കാണിക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ യഥാർത്ഥ പ്രയാസത്തിന്റെ സമയത്ത് അള്ളാന്റെ സഹായം വരണമെന്നില്ല. ജീവിതത്തിൽ എത്ര നമ്മൾ സന്തോഷിച്ചാലും, എത്ര ആഹ്ലാദത്തിന്റെ അതിർവരമ്പുകൾ കടന്നു പോരാലും അഹദവനായ റബ്ബിനെ അകതാരന്റെ അകക്കാമ്പിൽ ആണിയറച്ച് തറപ്പിച്ചു വെക്കാനുള്ള ഈ മാനികമായ ആവേശം നിനക്കുണ്ടാകുന്നത് വരെ നിന്റെ സുജൂദിന്റെ മാധുര്യം അറിയാ നിനക്ക് കഴിയില്ല. മുത്തുനബി മുഹമ്മദ് മുസ്തഫ അതുവരെ നിനക്കതിന് കഴിയില്ല, നമുക്കതിന് കഴിയണം. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നമ്മുടെ അല്ലാഹ്, ഏറ്റവും പ്രിയപ്പെട്ടത് നമ്മുടെ അല്ലാഹ്. എന്റെ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും ചൊരിഞ്ഞു തന്ന, എന്റെ ജീവിതത്തിൽ എത്രയോ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തന്ന എന്റെ അല്ലാഹ്, ആ റബ്ബിലുള്ള പ്രതീക്ഷ നമുക്ക് മങ്ങാൻ പാടില്ല. നമ്മളെ പരീക്ഷിക്കും, നമുക്ക് അല്ലാഹുവിനെ പരീക്ഷിക്കാനുള്ള അർഹതയില്ല. അല്ലാഹു നമ്മളെ പരീക്ഷിക്കും. ഒരുപാട് പരീക്ഷണത്തിന്റെ മേഖലകൾ അല്ലാഹു നമുക്ക് തുറന്നു തരും. ആ മേഖലകളിലൊക്കെ അല്ലാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് റഹ്മാനായ റബ്ബേ, നീ തന്നെയാണ് വലിയവൻ, നിന്നെ കഴിഞ്ഞുള്ള ഈ ദുനിയാവിൽ നീ കാര്യമുള്ളൂ എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം. ആ ഒരു ബോധം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം.
എങ്കിലേ നമ്മുടെ ഇബാദത്ത് കൊണ്ട് ഈമാനിന്റെ മാധുര്യം നുകരാൻ നമുക്ക് കഴിയൂ.